ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലകനായി ചുമതലയേറ്റിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി. ആഞ്ചലോട്ടി വന്നതിന് ശേഷം പുരോഗതികളൊക്കെ കൈവരിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടെ തോൽവികളും സമനിലകളും വഴങ്ങേണ്ടി വന്നിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ തിളങ്ങിയ ബ്രസീലിയൻ താരമാരാണ്. അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, വിനീഷ്യസ് ജൂനിയർ ആണ്. ആഞ്ചലോട്ടി വന്നത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് വിനിക്കാണ്. വിനിയെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ആഞ്ചലോട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 6 ഗോൾ പങ്കാളിത്തങ്ങളാണ് ആഞ്ചലോട്ടിക്ക് കീഴിൽ വിനീഷ്യസ് ജൂനിയർ വഹിച്ചിട്ടുള്ളത്. 3 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് എസ്റ്റവായോ വില്യൻ വരുന്നു. 5 ഗോളുകൾ എസ്റ്റവായോ വില്യൻ നേടിയിട്ടുണ്ട്. എസ്റ്റവായോയെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പരിക്കേറ്റ് ഈ വേൾഡ് കപ്പിൽ നിന്നും അദ്ദേഹം പുറത്താവുകയും ചെയ്തു. ഇനി മൂന്നാം സ്ഥാനത്ത് ലുക്കാസ് പക്കേറ്റ് വരുന്നു. 4 ഗോൾ പങ്കാളിത്തങ്ങൾ, അഥവാ 2 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 1 ഗോളും 1 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. അതിനുശേഷം കാസമിറോ വരുന്നു. കാസമിറോയെ നല്ല രീതിയിലാണ് ഇപ്പോൾ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുന്നത്. ആഞ്ചലോട്ടി വന്നതിന് ശേഷം കാസമിറോക്ക് ടീമിനകത്ത് വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. 4 ഗോൾ പങ്കാളിത്തങ്ങൾ, 2 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. പിന്നീട് ബ്രൂണോ ഗിമറസ് വരുന്നു. 3 ഗോൾ പങ്കാളിത്തങ്ങൾ, 1 ഗോളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. ഏതായാലും ആഞ്ചലോട്ടിക്ക് കീഴിൽ വിനീഷ്യസ് ജൂനിയർ ആണ് മികച്ച പ്രകടനം നടത്തിയത്. എസ്റ്റവായോ വില്യൻ, കാസമിറോ എന്നിവരൊക്കെ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇതുവരെ നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിക്കുകൾ കാരണം നെയ്മർ പുറത്താണ്. വേൾഡ് കപ്പിൽ നെയ്മർ ആഞ്ചലോട്ടിക്ക് കീഴിൽ അരങ്ങേറ്റം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.